മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം കുഞ്ചൻ സ്മാരകം രാജേഷിന്. ഓട്ടൻതുള്ളൽ കലാകാരന്മാർക്കായി മണലൂർ തുള്ളൽ കളരി സമഗ്ര സംഭാവനകളിൽ ഊന്നി നൽകി വരുന്ന 2024 മലബാർ രാമൻ നായർ പുരസ്കാരത്തിനാണ് രാജേഷ് അർഹനായത്. യുവ തുള്ളൽ പ്രതിഭയ്ക്കുള്ള കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരത്തിന് കലാമണ്ഡലം ജിനേഷാണ് അർഹനായത്. 2024 ജൂൺ 1 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടക്കുന്ന പൈതൃകം ഗുരുവായൂരിന്റെ പ്രതിമാസ കുടുംബസംഗമത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാരങ്ങൾ കൈമാറും. 10,000 രൂപയും പൊന്നാടിയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാരത്തിന് അർഹനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി തുള്ളൽ കലയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും രാജേഷ് പറഞ്ഞു. മണലൂർ തുള്ളൽ കളരി ഏർപ്പെടുത്തിയ മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം ലഭിച്ച നമ്മുടെ കുഞ്ചസ്മാരകത്തിലെ രാജേഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. രാജേഷ് അതിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കും, ഓട്ടംതുള്ളലിനെ കുറിച്ചും അതുപോലെ തന്നെ അവാർഡ് ലഭിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ. നമസ്കാരം. തീർച്ചയായിട്ടും അതായത് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മണലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മണലൂർ തുള്ളൽ കളരിയുടെ ഏർപ്പെടുത്തിയിട്ടുള്ള മലബാർ രാമൻ നായർ പുരസ്കാരമാണ് ഇപ്രാവശ്യം എനിക്ക് ലഭിച്ചിട്ടുള്ളത്, അതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും തുള്ളൽ കല ജനകീയവൽക്കരിക്കുന്നതിലും അത് തുള്ളൽ കലയുടെ നെടുനായത്വത്തിൽ ഗുരുവര്യ സ്ഥാനം അലങ്കരിച്ചിടത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭയായിരുന്നു മലബാർ രാമൻ നായർ. കേരളത്തിന് അകത്തും പുറത്തും നിരവധി വേദികളിൽ തുള്ളലിനെ ഇന്ന് കാണുന്ന തലത്തിലേക്ക് എത്തിക്കാൻ വളരെയധികം പരിശ്രമിച്ച ആചാര്യരാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ആണ് ലഭിച്ചിട്ടുള്ളത്. അത് ഏറ്റവും വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. തീർത്തും തുള്ളൽ കലാകാരൻ എന്ന നിലയ്ക്ക് ഈ പുരസ്കാരം വലിയ ഒരു പ്രചോദനം തന്നെയാണ് നൽകുന്നത്. കേരളത്തിന് അകത്തും പുറത്തും നിരവധി വേദികളിൽ തുള്ളൽ അവതരിപ്പിക്കുകയും നിരവധി വിദ്യാർത്ഥികൾ തുള്ളൽ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അവിടെ നിലവിൽ മഹാകവി കുഞ്ചൻ നമ്പ്യാർ ജനിച്ച പാലക്കാട് ജില്ലയിലെ കലക്കത്ത് ഭവനത്തിലെ ഔദ്യോഗിക അംഗമായിട്ട്, സർക്കാരിൻ്റെ ഔദ്യോഗിക അംഗമായിട്ട് തുടരുന്ന ഈ സാഹചര്യത്തിലാണ് ഈ അനുമോദനം എന്നെ തേടിയെത്തിയത്. തീർച്ചയായിട്ടും അത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിനും ഞങ്ങളുടെ ഭരണസമിതിക്കും അടക്കം, അതുപോലെ തന്നെ ഈ നാടിനും അതുപോലെ തന്നെ ഈ കലയ്ക്കും ഉള്ള വലിയൊരു ആദരവായിട്ടാണ് അതിനെ കാണുന്നത്. ഈ രംഗത്ത് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടോ? ഒരു 34 വർഷമായിട്ട് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി വേദികളിൽ തുള്ളൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികളെ തുള്ളൽ അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന കലോത്സവം അടക്കമുള്ള നിരവധി കലോത്സവങ്ങളിൽ വിധികർത്താവാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിലുപരി നമുക്കറിയാം മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കല മലയാള ഭാഷയുടെ തന്നെ വലിയൊരു കാതലായ സ്വത്വമാണ്. കാതലായ സ്വത്വം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്ക് ചേരുവാൻ വടുവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് പറഞ്ഞ കവിയുടെ അത്രയും ഭാഷയുടെ, അതായത് പാൽക്കടൽ തിരമാല പോലെ ഭാഷ തള്ളി വരുന്നതെന്ന് പറഞ്ഞാൽ അത്രയും തലത്തിൽ തുള്ളൽ കലയുടെ സാഹിത്യത്തെ അത്രയും കൂടെ പിടിച്ച ഒരു മലയാളത്തിൻ്റെ മഹാകവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് നമുക്കറിയാം. അവിടെ ഈ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായി ഞങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, അതായത് ഈ മലബാർ രാമൻ നായർ ആശാനു ശേഷം പിന്നെ തുള്ളൽ കല പകർന്ന് നൽകപ്പെട്ടത് ദിവാകരൻ നായരാശാൻ, അതുപോലെ തന്നെ കോങ്ങാട് കുമാരാശാൻ. ഈ മലബാർ രാമൻ നായർ ആശാൻ്റെ പ്രത്യേകിച്ച് കലാമണ്ഡലത്തിലെ പ്രഥമ അധ്യാപകൻ കൂടിയായിരുന്നു മലബാർ രാമൻ നായർ ആശാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച തലമുറകൾക്ക് ശേഷം ഉള്ള തലമുറയിൽപ്പെട്ട ഒരു കലാകാരനാണ് ഞാൻ. എന്തായാലും ഈ കലാരംഗത്ത് ഇന്ന് പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനൊരു ആദരവ് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിലിപ്പോൾ ഈ കുടുംബാംഗങ്ങളിലും കൂടി നല്ലൊരു പിന്തുണ വേണമല്ലോ, അവരെങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ? തീർച്ചയായിട്ടും അതായത് കലാകാരൻ എന്ന തലത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു പ്രോഗ്രാം ഏറ്റു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കേണ്ട ചുമതല അത്രത്തോളം ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സീസണായി കഴിഞ്ഞാൽ അരങ്ങിൽ നിന്ന് അരങ്ങിലേക്കുള്ള
ഓട്ടപ്പാച്ചിലാണ്. നമ്മൾ ഒരുക്കുവാനങ്ങൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിലും പിന്നെ കൂടെ സഹായിക്കാനും അരങ്ങിൽ ഇടപെടാനുമൊക്കെ കൂടെ നിൽക്കാനുമുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും അത് ഭാര്യ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് തുള്ളൽ കല രംഗത്തേക്ക് കടന്നു വരികയും തുള്ളൽ പാട്ടും കാര്യങ്ങളും തുള്ളൽ അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കൂടെ ഉണ്ട്. അതൊരു വലിയൊരു സഹായമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും അരങ്ങുകളിൽ അവർ സജീവമായിട്ട് കൂടെ ഉണ്ടാവാറുണ്ട്. പേര് പ്രിയ എന്നാണ്. PG കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന വിവാഹം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഈ തുള്ളൽ കല രംഗത്തേക്ക് നമ്മൾ കുട്ടികളൊക്കെ അഭ്യസിക്കുമ്പോൾ തന്നെ ഇതിനോട് താല്പര്യം കാണിക്കുകയും ഈ രംഗത്തേക്ക് ഇറങ്ങി ചെല്ലുകയും ഇന്നിപ്പോൾ കൂടെ അരങ്ങിൽ പാടാനും അതുപോലെ തന്നെ തുള്ളൽ അവതരിപ്പിക്കാനുമായിട്ട് കൂടെയുണ്ട്. പിന്നെ മകൾ അദ്വൈത 5ാം ക്ലാസ്സിലേക്ക് ആണ് ഇനി സ്കൂൾ തുറന്നാൽ. മകളും തുള്ളൽ രംഗത്തേക്ക് ചെറുതായി കടന്നു വരുന്നുണ്ട്. എന്തായാലും സജീവമായി തന്നെ അതിലുപരി എല്ലാവരും കുറേ കുട്ടികൾ കുറേ ശിഷ്യർ കൂടെ ഉണ്ട് എന്നുള്ളതാണ് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും നല്ല കൂടുതൽ പുരസ്കാരങ്ങൾ രാജേഷിനെ തേടിയെത്തട്ടെ. തീർച്ചയായിട്ടും ഓരോ പുരസ്കാരങ്ങളും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏൽപ്പിക്കുന്നതാണ് എന്ന് ഏറ്റവും തിരിച്ചറിയുകയും ആ പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് ഈ തുള്ളൽ കലയെ കൂടുതൽ ആസ്വാദകരിലേക്ക് സജീവമായി എത്തിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ പുരസ്കാരം നൽകിയ അതിൻ്റെ സംഘാടകർക്കും അതുപോലെ തന്നെ ഒപ്പം തന്നെ ഈ പുരസ്കാരത്തിൽ എന്നോടൊപ്പം സന്തോഷം പങ്കുവച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്.